എസ് മുണ്ടക്കായി ദുരന്തവുമായി ബന്ധപ്പെട്ട തിരച്ചിലേക്കും അതിജീവനത്തിന്റെ വാർത്തകളിലേക്കും തന്നെയാണ് പോകുന്നത്. ദുരന്തമുണ്ടായിട്ട് ഇന്ന് 9 ദിവസം പിന്നിടുകയാണ്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ 224 വിവിധയിടങ്ങളിൽ നിന്നായി 189 ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. വയനാട്ടിൽ നിന്നും 148 മൃതദേഹങ്ങളും നിലമ്പൂരിൽ നിന്നും 76 മൃതദേഹങ്ങളുമാണ് ഇതുവരെ ലഭിച്ചത്. ദുരന്ത മേഖലയിൽ നിന്നും 152 പേരെക്കുറിച്ച് ഇനിയും വിവരം ലഭിക്കാനുണ്ട്. സൺറൈസ് വാലിയിൽ തിരച്ചിൽ നടത്തുന്നതിനായി കടാവർ നായയെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി. വിവരങ്ങൾ നൽകാനായി കൽപ്പറ്റയിൽ നിന്ന് മഹേഷ് പോലൂരും ചുരൽമലയിൽ നിന്ന് ഫൈസൽ നെടുമ്പാലയുമുണ്ട്. ആദ്യം മഹേഷ് പോലൂരിലേക്കാണ്. മഹേഷ്, ഓപ്പറേഷൻ സൺറൈസ് വാലി അത് ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. അതീവ ദുർഘടമായ ഒരു രക്ഷാദൗത്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഓപ്പറേഷനാണ്. അതിപ്പോൾ ഇന്ന് വീണ്ടും തുടരുകയാണ്. അപ്പം കടാവർ നായ കൂടെ ഇന്ന് സംഘത്തിനൊപ്പം ചേരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെയെങ്കിലും ഹെലികോപ്റ്റർ ഇറക്കിക്കൊണ്ട് ഒരു രക്ഷാദൗത്യം സാധ്യമാകില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഇന്നലെയൊക്കെ രക്ഷാദൗത്യം നടന്നത്? അതേ രീതിയിൽ തന്നെ ഇന്നും മുന്നോട്ട് പോകുമെന്നാണോ? ജിൽസി, ഈ നമ്മുടെ ഉരുൾപൊട്ടലിന് ശേഷം ഏറ്റവും സങ്കീർണമായ അതിദുർഘടമായ ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സൺറൈസ് വാലിയിലൂടെ നടക്കുന്നത്. അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്വരയിൽ ചെങ്കുത്തായ മലനിരകൾക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത്. അത് ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്നലെ 12 അംഗ സംഘത്തെ അവിടെ എത്തി തിരച്ചിലിന് നിയോഗിച്ചിരുന്നു. ആ സംഘം ഇന്നലെ അവിടെ പരിശോധനകൾ നടത്തിയ ശേഷം ഇന്നലെ തിരികെ എത്തിയിരുന്നു. ഇന്നലെ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ ഇന്നലെ കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഇന്ന് കുറെ കൂടി വിശദമായ ഒരു പരിശോധന അനിവാര്യമായ സാഹചര്യത്തിലാണ് ആർമിയുടെ കെഡാവർ ഡോഗിനെ കൂടി ഇന്ന് ഉൾപ്പെടുത്തി. മോണി എന്ന് പറയുന്ന ഒരു കെഡാവർ ഡോഗാണ് ഇന്ന് ഈ സംഘത്തിനൊപ്പമുള്ളത്. അതിന്റെ ആദ്യ ബാച്ച് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നു. ആദ്യ ബാച്ചിൽ ഈ മോണിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആർമിയിലെ ഖതക് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന സൈനികരും കേരള പോലീസിന്റെ SOGയിലെ കമാൻഡോസും കേരള ഫോറസ്റ്റിലെ 2 ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 12 അംഗ സംഘമാണ് ഇന്നും ഈ ദൗത്യത്തിൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെയാണ് കെഡാവർ ഡോഗിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് കൂടി ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നത്. ഇന്നിപ്പോൾ അവിടെ എത്തിയ ശേഷം പരിശോധനകൾ ആരംഭിക്കും. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ആദ്യ സംഘം ഇപ്പോൾ ആ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 2ാം സംഘത്തിലെ 6 പേർ കൂടി അതിൽ യാത്ര ചെയ്യും. അതിൽ തന്നെ SOG വിഭാഗത്തിൽപ്പെട്ട 3 പേരുണ്ട്, സൈനികർ 3 പേരുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ആ ടീമിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സംഘാംഗങ്ങൾ കൂടി എത്തുന്നതോടുകൂടി കുറെ കൂടി വ്യാപകമായ ഒരു തിരച്ചിൽ ഈ പ്രദേശത്ത് നടത്താനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ മൃതദേഹങ്ങളുടെ സ്മെൽ ഈ പരിസരത്ത് നിന്ന് ഉണ്ടായിരുന്നു, ലഭിച്ചിരുന്നു എന്ന് പശ്ചാത്തലത്തിലാണ് ഇന്ന് കുറെ കൂടി ഒരു ഡീറ്റെയിൽഡ് പരിശോധനയ്ക്ക് ഇന്ന് തയ്യാറായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെഡാവർ ഡോഗിനെ കൂടി ഇങ്ങോട്ട് ഈ ഹെലികോപ്റ്ററിൽ കയറ്റി അവിടെ ഇറക്കാൻ പോകുന്നത്. അവിടെ ഇറക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഈ ഒരു ടെറൈൻ്റെ പ്രത്യേകത, ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ വലിയ മലഞ്ചെരിവുകളുള്ള ചെങ്കുത്തായ പാറകളുള്ള ഒരു സ്ഥലമാണ്. അതിനിടയിലാണ് ഇപ്പോൾ നമ്മുടെ ഹെലികോപ്റ്ററിൽ എയർഫോഴ്സിന്റെ ധ്രുവ് ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് സംഘം തിരിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 20 മീറ്റർ 15 മുതൽ 20 മീറ്റർ ഉയരത്തിലായിരിക്കും ഈ ടെറൈനിൽ നിന്ന് ഈ ഹെലികോപ്റ്റർ നിൽക്കുക. അതിൽ നിന്ന് ഒരു ബാസ്ക്കറ്റിലായിരിക്കും ഈ സംഘം കയറിൽ റോപ്പിൽ താഴേക്ക് ഇറങ്ങുക. അതിനുശേഷം താഴെ ഇറങ്ങിയ ശേഷമാകും പരിശോധന നടത്തുക എന്നുള്ളതാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് പരിശോധനയ്ക്കുള്ളത്. ഇന്ന് മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളതാണ് വിഷൻ. ഇന്നലെ കാഴ്ചാപരിധിയൊക്കെ വലിയ പ്രയാസമുണ്ടായിരുന്നു. ഇന്ന് കുറെ കൂടി ഒരു ബെറ്റർ ക്ലൈമറ്റ് ആണ്, അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറെ കൂടി തെരച്ചിലിന് വേഗം കൂടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഇറങ്ങിയ ശേഷം ഈ പ്രദേശത്ത് ഈ പാറ ഇടുക്കുകളും മറ്റുമാണ് ഇപ്പോൾ ഈ മണം ലഭിച്ചിരിക്കുന്നത്, സ്മെൽ ലഭിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് ഈ കെഡാവർ ഡോഗിനെ കൊണ്ടുവന്നുള്ള പരിശോധന നടത്തിയ ശേഷം ആവശ്യമെങ്കിൽ അവിടെ കുഴിയെടുക്കുകയും മറ്റും ചെയ്ത ശേഷമുള്ളൊരു പരിശോധനയാണ് നടക്കുക. 152. മഹേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂപ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യിക്കാൻ കഴിയില്ല. അപ്പോൾ അത് റോപ്പ് വഴി ഇറങ്ങി കെഡാവർ നായകളെയും അതുവഴി തന്നെ ഇറക്കിക്കൊണ്ടുള്ള പരിശോധന, ആ രീതിയിലാണോ പരിശോധന പുരോഗമിക്കുന്നത്? തീർച്ചയായും ജിൽസി, ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഒരു സമീപത്തുള്ള മലനിരകൾ എന്ന് പറയുന്നത് ഇരുവശത്തും മലനിരകളാണ്. ഈ മലനിരകളിലേക്ക് താഴ്വാരത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ദുഷ്കരം. അതായത് കാൽനടയായി ഫിസിക്കലി ആളുകൾക്ക് ചെന്നെത്താനും തിരികെ കയറാനും അനായാസം കഴിയുന്ന ഒരു കാര്യമല്ല. വളരെ വൈദഗ്ധ്യം ലഭിച്ചിരിക്കുന്ന പർവ്വതാരോഹണത്തിൽ ഉൾപ്പെടെ വലിയ വൈദഗ്ധ്യം ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഫിസിക്കലി അങ്ങോട്ട് എത്തുക, ഒരു മനുഷ്യൻ അങ്ങോട്ട് നടന്നെത്തുക എന്നുള്ളത് സാധ്യമായ
ഒന്നല്ല എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനകത്തുള്ള പാറയ്ക്കകത്തുള്ള വഴുക്കും കാലാവസ്ഥയും ഒക്കെയാണ്. വലിയ ഉരുളൻ കല്ലുകളും പാറകളും വലിയ കെട്ടിടങ്ങൾക്ക് ഉയരമുള്ള പാറകളും ഒക്കെ ഉൾപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് വലിയ ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ടതാണ് ഈ ധ്രുവ് ഹെലികോപ്റ്റർ ഈ ദൗത്യത്തിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ആ ധ്രുവ് ഹെലികോപ്റ്റർ ഈ രണ്ട് വശത്തും നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. രണ്ട് വശത്തും രണ്ട് വലിയ മലനിരകളുണ്ട്, പർവ്വതത്തിന് സമാനമായ മലനിരകളിലുണ്ട്. ഇതിന് താഴ്വാരത്തേക്കാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് പാരലലായി താഴേക്ക് തന്നെ ഈ ഹെലികോപ്റ്റർ ചെങ്കുത്തായി ഇറക്കുക എന്നുള്ളതാണ് അതിസങ്കീർണമായ ഒരു ഘട്ടമുള്ളത്. അങ്ങനെ ചെങ്കുത്തായി ഈ ഹെലികോപ്റ്റർ ഏതാണ്ട് ഒരു 15 മുതൽ 20 മീറ്റർ ഉയരത്തിലേക്ക് ഈ ഹെലികോപ്റ്ററിനെ കൊണ്ടുചെന്ന് എത്തിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബാസ്ക്കറ്റ് റോപ്പ് വഴി താഴേക്ക് ഇറക്കും. അതിൽ ഉദ്യോഗസ്ഥരെ രക്ഷാസേന താഴേക്ക് മണ്ണിലേക്ക് നിർത്തുക എന്നുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ അത് ഇപ്പം എയർഫോഴ്സിന്റെ ഗരുഡ് കമാൻഡേഴ്സ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ഈ രക്ഷാദൗത്യത്തിന് മൃതദേഹങ്ങളും മറ്റും കിട്ടിയപ്പോൾ ഈ റോപ്പിൽ താഴേക്ക് ഇറങ്ങി മണ്ണിലിറങ്ങി അവിടെ നിന്ന് കളക്ട് ചെയ്ത് വീണ്ടും തിരികെ മേലേക്ക് എത്തിക്കുന്നത് ഇതേ ചോപ്പർ തന്നെയായിരുന്നു ഈ ഗരുഡ് കമാൻഡേഴ്സും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള വലിയ പരിശീലനം ലഭിച്ചിരിക്കുന്ന ടീമുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ആ സംഘാംഗങ്ങൾക്ക് മാത്രമാകും അങ്ങോട്ടേക്ക് ചെന്നെത്താൻ സാധിക്കുക. പർവ്വതാരോഹണത്തിലും വലിയ കുത്തൊഴുക്കുള്ള പുഴയും മറ്റുമൊക്കെ മുറിച്ചു കടക്കാനുമൊക്കെ അതിവൈദഗ്ധ്യം ലഭിച്ചിരിക്കുന്ന ഒരു ടീം. അപ്പോൾ ആ ടീം കൂടി ഉൾപ്പെട്ടതാണ് ഈ സംഘം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ SOGയെ കുറിച്ച് കൂടി ഈ സമയത്ത് പറയേണ്ടതുണ്ട്. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ കമാൻഡോസ്, അവർ ഈ നക്സൽ വിരുദ്ധ സേനയൊക്കെയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന തണ്ടർ ബോൾട്ടിൽ നിന്ന് മറ്റൊരു ഘടകമാണ് SOG എന്ന് പറയുന്ന ഒരു ടീം. അപ്പോൾ ആ ടീമിനും ഇതേപോലെ പരിശീലനം ലഭിച്ചിരിക്കുന്നതാണ്. വിവിധ സൈന്യങ്ങൾക്ക് കീഴിൽ SOGക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഖതക് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ദുർഘട പാതകളിൽ ചെന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻ നടത്താൻ കെൽപ്പുള്ള ടീമാണ്. കേരള ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഇവർക്ക് വിവരിച്ച് നൽകാനും ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഈ സൈന്യത്തിന് നൽകാനുമാണ് അവർ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കെഡാവർ ഡോഗിൻ്റെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് കൂടി ഈ ടീമിനൊപ്പം പോയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വ്യാപകമായ തിരച്ചിലാവും. ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധന, വിശദമായ പരിശോധനയുണ്ടാകും. അരിച്ചുപെറുക്കിയുള്ള ഒരു പരിശോധന. ശരി മഹേഷ്, ഇന്ന് എന്തായാലും സൺറൈസ് വാലി ഓപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് ഇപ്പോൾ ചോപ്പർ തിരിച്ചിട്ടുണ്ട്. അതിൽ കടാവർ നായ ഉൾപ്പെടെയുള്ള സംഘം, ഒപ്പം തന്നെ അതിവിദഗ്ധ സംഘം കൂടിയാണുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിൽ തെരച്ചിൽ നടത്താനും അല്ലെങ്കിൽ ദുർഘടകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനും പരിശീലനം ലഭിച്ചിട്ടുള്ള വിദഗ്ധ അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇന്നിപ്പോൾ ഓപ്പറേഷൻ സൺറൈസ് വാലിക്കായി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേർന്ന് രക്ഷാദൗത്യം പുരോഗമിക്കുമെന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്.